അന്തരിച്ച മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പൊതുദർശനം പൂർത്തിയാക്കി വിലാപയാത്രയാണ് നടക്കാനുള്ളത്. ഇപ്പോൾ സുജു ടി ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജു, എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? വിലാപയാത്രയാണോ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്? ശരി, സുജുവിലേക്ക് മടങ്ങിയെത്താം. തിരുവല്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ പൊതുദർശനം അവിടെ പൂർത്തിയായത്. സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു മുന്നോടിയായുള്ള ശുശ്രൂഷകൾ, ഖബറടക്ക ശുശ്രൂഷകളാണ് ഇനി നടക്കാനുള്ളത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നു. അല്പസമയം മുൻപാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളും നൽകിയിട്ടുണ്ടായിരുന്നു. വിലാപയാത്ര ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ചടങ്ങുകളിലേക്കാണ് ഇനി കടക്കാനുള്ളത്. മാതൃ ഇടവകയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെയാണ്, ഇന്നലെയും ഇന്നുമായാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ അവിടെ അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും അല്പസമയം മുൻപ് നൽകി. അതിനുശേഷമാണ് വിലാപയാത്രയെ മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെയും ആരംഭിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി ശുശ്രൂഷകൾ ആരംഭിക്കും. ചടങ്ങുകൾ പൂർണ്ണമാകുന്നതിന് ശേഷമായിരിക്കും ഖബറടക്കം നടക്കുക. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ളൊരു സമയക്രമത്തിൽ തന്നെ ഇപ്പോൾ വിലാപയാത്ര അടക്കം മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. 2 ദിവസം മുൻപാണ്. സുജു, കേൾക്കാമോ? സുജു, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വിലാപയാത്ര ഇപ്പോൾ പൂർത്തിയായോ? ചോദ്യം ഒന്നുകൂടെ. സുജു, കേൾക്കാമെങ്കിൽ സംസ്കാര ചടങ്ങുകൾ എപ്പോഴേക്കായിരിക്കും ഇനി ഉണ്ടാവുക? അഞ്ജന, സംസ്കാര ചടങ്ങുകൾ ശുശ്രൂഷ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇപ്പോൾ വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഖബറടക്ക ശുശ്രൂഷ ആരംഭിക്കും. സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ഖബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുക. 7ാം ഘട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളും നൽകിയ ശേഷമാണ് അടക്ക ശുശ്രൂഷ ആരംഭിക്കും. സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ഖബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുക. 7ാം ഘട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളും നൽകിയ ശേഷമാണ് വിലാപയാത്രയായി സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഇപ്പോൾ ഭൗതിക ശരീരം എത്തിച്ചത്. രാവിലെ തന്നെ തോമസ് ഐസക്ക, മന്ത്രി വീണ ജോർജ്, അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ കൺവെൻഷൻ സെന്ററിൽ എത്തിയിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിനായി കളക്ടർ എസ് പ്രേംകൃഷ്ണ മുഖ്യമന്ത്രിക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സഭയുടെ ആസ്ഥാനമായ സെന്റ് തോമസ് കുറ്റപ്പയുടെ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അഞ്ജന, സുജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനു മുന്നോടിയായുള്ള ശുശ്രൂഷകളിലേക്കാണ് ഇനി കടക്കുക. അല്പസമയം മുൻപാണ് വിലാപയാത്ര പൂർത്തിയായത്.